കേരളവർമ്മ കോളേജ് വിദ്യാർത്ഥികൾ നിസാമുദ്ദീനിൽ കുടുങ്ങിയതിൽ വിശദീകരണവുമായി ട്രാവൽ ഏജൻസി ഉടമ. പണം നൽകുന്നതിൽ അധ്യാപകൻ അലംഭാവം കാണിച്ചു. തുക നൽകാത്തതിനാൽ വിദ്യാർത്ഥികളെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കാനുള്ള വാഹനം പുറപ്പെടാൻ കഴിഞ്ഞില്ല. കുട്ടികളെ ഇന്ന് തന്നെ മറ്റു ട്രെയിനുകളിൽ തിരികെ എത്തിക്കാൻ ശ്രമിക്കും. മന്ത്രി ആർ ബിന്ദു വിളിച്ചിരുന്നുവെന്നും കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ടെന്നും ട്രാവൽ ഏജൻസി എം ഡി മനാഫ് റിപ്പോർട്ടിനോട് പറഞ്ഞു. സ്റ്റുഡൻസിൻ്റെ കൂടെ വന്നൊരു സ്റ്റാഫിൻ്റെ ഒരു നിരുത്തരവാദിയായ നിലപാട് കാരണം മാത്രമുണ്ടായ ഒരു ഇഷ്യൂ ആണ് ഇന്നലത്തെ. നമുക്ക് കൃത്യമായി ഫണ്ട് അവിടുന്ന് റിലീസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കാരണം. നമുക്ക് സാധാരണഗതിയിൽ 90% പേയ്മെൻറ്റ് ആദ്യം തരികയും ബാക്കി 10% പേയ്മെൻറ്റ് പോകുന്നതിന് തലേ ദിവസം തരികയാണ് വേണ്ടത്. പക്ഷേ ഈ അധ്യാപകൻ മുന്നേ തന്നെ ഈ സാമ്പത്തിക ഇടപാടുകളിൽ കൃത്യമായി ഒരു കണിശത അല്ലെങ്കിൽ തരാനുള്ളൊരു മടി ആദ്യമേ നമ്മളോട് കാണിച്ചിരുന്നു. ഇത് നമ്മൾ പറയുകയും ചെയ്തു, നമുക്ക് ഹോട്ടലിലും കൊടുക്കാനുണ്ട്, ട്രാൻസ്പോർട്ടേഷൻ അവർക്കും സപ്ലൈസും നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കാനുണ്ട്. ഈ പേയ്മെൻറ്റ് കിട്ടാത്തത് കൊണ്ടാണ് അവർ വണ്ടി എടുത്തിട്ടില്ല. ഇതിനകത്ത് നമുക്കൊന്നും ചെയ്യാനും കഴിയില്ല. നമുക്ക് ആ പേയ്മെൻറ്റ് റിലീസായാൽ മാത്രമേ നമുക്കത് അവരെ വണ്ടിക്കാർക്ക് ആ പൈസ കൊടുക്കാൻ കഴിയുള്ളൂ. മിനിസ്റ്റർ ബിന്ദു മാം നമ്മളെ വിളിച്ചിരുന്നു. നമ്മൾ കൃത്യമായി മാമിനെ ഈ വിഷയം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. മാമിന് ആ കാര്യം മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ദീപക് മലയമ്മ വിവരങ്ങളുമായി. ദീപക്, ഇപ്പോൾ ട്രാവൽ ഏജൻസി ഉടമയുടെ പ്രതികരണം ട്രാവൽ ഏജൻസി പ്രതിനിധിയുടെ പ്രതികരണം വരുന്നത് അധ്യാപകന്റെ കുഴപ്പം കൊണ്ടാണ് എന്നുള്ളതാണ്. പക്ഷേ വിദ്യാർത്ഥികളുടെ പ്രതികരണത്തിൽ അങ്ങനെയൊരു കാര്യമേ ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ എങ്ങനെയാണ് പരിഹരിക്കാൻ ആലോചിക്കുന്നത്? സ്മൃതി, ഈ തുക സംബന്ധിച്ച പ്രശ്നം തന്നെയാണ് ഇത്രയും കാര്യങ്ങൾ വഷളാക്കുന്നതിലേക്ക് എത്തിച്ചത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് ഇന്നലെ രാത്രി വരെ ഈ തുക കൃത്യമായി തങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഹയാൽ ട്രാവൽ ഏജൻസിയുടെ MD ആയിട്ടുള്ള മനാഫ് കൃത്യമായി പറയുന്നത്. നേരത്തെ തന്നെ തയ്യാറാക്കിയ MOU പ്രകാരം ഈ യാത്ര പുറപ്പെടുന്നതിന് തൊട്ട് മുൻപ് തന്നെ 90% തുക നൽകണം. പക്ഷേ അതുണ്ടായില്ല. എന്നാൽ പോലും യാത്രയ്ക്ക് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് ഏജൻസിയുടെ വാദമായി വരുന്നത്. ഒപ്പം തന്നെ എല്ലായ്പ്പോഴും ഇത്തരത്തിൽ ഈ പാക്കേജുകൾ ക്രമീകരിക്കുമ്പോൾ കൂടെ ഒരു ഗൈഡിനെയും മറ്റൊരു മലയാളി ഹെൽപ്പറിനെയുമാണ് അയക്കാറുള്ളത്. ഇത്തവണ അതിൽ കൂടുതൽ 3 പേരെ അടക്കം നൽകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ മുറി സജ്ജീകരിച്ച് നൽകുന്ന കാര്യത്തിൽ കരോൾ ബാഗ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ തുച്ഛമായ തുകയ്ക്കുള്ള മുറികളാണ് മറ്റ് ഏജൻസികൾ നൽകാറുള്ളത് എന്നുള്ളതാണ് ഹയാലിന്റെ വാദം. അതേസമയം തന്നെ എയർപോർട്ടിനടുത്ത് നല്ല മുറികളാണ് നൽകിയിട്ടുള്ളത് എന്നുകൂടി ഏജൻസി വിശദീകരിക്കുന്നുണ്ട്. ഈ കാര്യത്തിൽ ഒരു അധ്യാപകന് പിടിവാശി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏജൻസി ഉടമകൾ പറയുന്നത്. അതായത് ആ അധ്യാപകൻ നേരത്തെ തന്നെ 50,000 രൂപ നൽകില്ല എന്നുള്ള വാദത്തിൽ ഉറച്ചു നിന്നു എന്നുള്ളതാണ് ഈ ഏജൻസിയുടെ വാദമായി ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അങ്ങനെയാണ് അതിന്മേൽ ചർച്ചകൾ നടന്നതിന് പിന്നാലെയാണ് ഏതാണ്ട് പുലർച്ചെ 4 മണി വരെ ആ ചർച്ചകൾ നീളുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് കുട്ടികളുമായി പോകേണ്ട വാഹനത്തിന് തുക നൽകാൻ കഴിയാത്തത് കൊണ്ട് അവർ കൃത്യസമയത്ത് കുട്ടികളെ പിക്ക് ചെയ്യുന്ന സാഹചര്യം ഇല്ലാതാകുകയും ചെയ്തു. അങ്ങനെയാണ് കുട്ടികൾക്ക് ട്രെയിൻ നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് ഏജൻസിയുടെ വാദം. അതേസമയം തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ഒരു ട്രെയിൻ ഉണ്ട്, അതിന് പറ്റുമോ എന്ന് നോക്കാം. അല്ലെങ്കിൽ ഇന്ന് രാത്രിക്ക് മറ്റൊരു ട്രെയിൻ കേരളത്തിലേക്ക് പുറപ്പെടുന്നുണ്ട്. അതിൽ കുട്ടികൾക്ക് ആവശ്യമായ രീതിയിൽ യാത്ര ചെയ്യാനുള്ള സൗകര്യം ഏർപ്പെടുത്താൻ കഴിയുമോ എന്നുള്ളത് നോക്കാമെന്ന് പറയുന്നു. അതേസമയം തന്നെ ഈ ഏജൻസിയും ഒപ്പം തന്നെ ഈ പാക്കേജ് എടുത്തിട്ടുള്ള കുട്ടികളുടെ കൂടെയുള്ള അധ്യാപകരും തമ്മിൽ ആശയവിനിമയത്തിൽ വലിയ തരത്തിലുള്ള വിള്ളലുകൾ ഇതിനോടകം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യമായ ആശയവിനിമയം നടക്കുന്നില്ല എന്നുള്ളതാണ് മനാഫ് പറയുന്നത്. അങ്ങനെ ഒരു ആശയവിനിമയം നടത്തി എളുപ്പത്തിൽ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ള കാര്യവും ഏജൻസി വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഈ കാര്യത്തിൽ കുട്ടികളെ സംബന്ധിച്ച് അവർ നേരിട്ട ദുരിതം വളരെ വലുതാണ്. അവർ കാര്യങ്ങളൊക്കെ തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം തന്നെ സാമ്പത്തികമായുള്ള ഇടപാടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഇത്തരം വഷളായ രീതിയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത് എന്ന വാദവുമായി ഹയാൽ ഏജൻസി ഉടമ രംഗത്തെത്തുകയും ചെയ്യുന്നുണ്ട്. ശരി, ദീപക് മലയമ്മയാണ് വിവരങ്ങൾ നൽകിയത്.